ഉണ്ണിയോട് സ്മൃതി ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നോക്കൂ, നിതീഷ് കുമാർ വളരെ കൃത്യമായ നിലപാടെടുത്ത് നിന്നിട്ടുണ്ട്. ഉണ്ണി നേരത്തെ അത് കൃത്യമായി പറയുകയും ചെയ്തല്ലോ. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബദൽ മുന്നണിക്ക് സാധ്യതയുണ്ട് എന്ന് നിതീഷ് കുമാർ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിൻ്റെ അടുത്തേക്കും അന്ന് നമ്മൾ അധികം പിന്നോട്ട് പോകണ്ടല്ലോ. കോൺഗ്രസിനോട് മുഖാമുഖം നോക്കി നിൽക്കാത്ത രണ്ട് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ലോക്സഭയിൽ ഫ്ലോർ മാനേജ്മെൻറ്റിൽ പോലും സഹകരിക്കാതിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളായിരുന്നു തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. അവരുടെ അടുത്തേക്ക് പോവുകയാണ് നിതീഷ് കുമാർ. എന്നിട്ട് അവരെ പറ്റ്നയിലൊരു യോഗം വിളിച്ച്, എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമൊന്നും അല്ല ഇത്, നമ്മളൊരു പ്രത്യേക പ്ലാറ്റ്ഫോമാണ്, BJP ഇതര പ്ലാറ്റ്ഫോമാണ് എന്ന് പറഞ്ഞ് ആ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടിരുന്നു. എന്നിട്ട് എന്താണ് ആ സമയത്ത് ഈ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് ഒരു സ്റ്റേറ്റ്ഹുഡിൻ്റെ വിഷയത്തിലാ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ, പാർലമെന്റിലൊരു നിലപാട് പാർലമെന്റിലൊരു നിലപാട് കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശിക ഘടകം ആം ആദ്മി പാർട്ടിക്ക് എതിരായ നിലപാട് എടുക്കണമെന്ന് വാദിക്കുന്നു. അവിടെയും നിതീഷ് കുമാറിൻ്റെ ഒരു ഡൈനാമിക്സ് പ്രവർത്തിക്കുന്നു, കോൺഗ്രസ് അനുകൂലിക്കുന്നു. അപ്പോൾ ആ നിലയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ 2023 ജനുവരിയിൽ പറഞ്ഞ്, ഞാനത് എഴുതിയെടുത്തിട്ടുണ്ട് സ്മൃതി, മർജാന കബൂലെ ഉൻകെ സാത്ത് ജാന മുജേ കബി കബൂൽ നെയ്യ, മരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ ഇവരുടെ കൂടെ പോകില്ല എന്നാണ് പറഞ്ഞത്. 1 വർഷമായിട്ടുള്ളൂ എന്നുള്ളതാണ്. സാധാരണത്തിൽ നിതീഷ് കുമാർ അങ്ങനെ അറുത്തുമുറിച്ച് പറയുന്ന ആളല്ല. ഏത് രാഷ്ട്രീയ സംവിധാനങ്ങളോടും താതാത്മ്യം പ്രാപിക്കുകയും ഒരു ഐഡിയോളജിക്കൽ എത്തിക്സ് ഒന്നും നിതീഷ് കുമാർ ഒരു കാലഘട്ടത്തിലും കാണിച്ചില്ല. ഒരു സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിലാണെങ്കിൽ തന്നെയും BJPയോടൊപ്പം പോകണം എന്നുള്ളത് പോകണം, ഇപ്പുറത്ത് വരണമെങ്കിൽ ഇപ്പുറത്ത് വരണം എന്ന ഇങ്ങനെയാണ് നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഇവിടെ പറയുന്ന പൊളിറ്റിക്സാണ്. എന്താണ് മമതാ ബാനർജിയെ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് നീ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇത് കോൺഗ്രസിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് വരാനുള്ള സമയം ആയിട്ടില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് 10-70 കൊല്ലം ഈ രാജ്യം ഭരിച്ച് വലിയ ഒരു ഒരു വിഴുപ്പ് ഭാരം ചുമക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ അടുത്ത കാലം വരെ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ അകറ്റി നിർത്തുക എന്ന പൊളിറ്റിക്സിനാണ് ഈ പാർട്ടികളെല്ലാം പ്രാമുഖ്യം നൽകി. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത്? മമതാ ബാനർജി തന്നെ ചവിട്ടി പുറത്താക്കിയ കോൺഗ്രസിനെ എന്തിനാണ് ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും നിലകൊള്ളുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് BJP അകറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ നിതീഷിൻ്റെ കാര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പറ്റ്നയിൽ യോഗം വിളിച്ച നിതീഷ് കുമാർ പറ്റ്നയിൽ കാര്യം സാധിച്ചു. ഉടനെ അടുത്ത ബാംഗ്ലൂരുവിലേക്ക് എത്തുമ്പോഴേക്കും കോൺഗ്രസ് അവിടെ ടേക്ക് ഓവർ ചെയ്യാണ്. ആ മീറ്റിങ്ങിലെങ്കിലും പറ്റ്നയിൽ വെച്ച് വേണ്ട, കാരണം നിതീഷ് കുമാറാണ് അത് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ബംഗളൂരു യോഗത്തിൽ വെച്ച് നിതീഷ് കുമാറിനെ കൺവീനറോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ ആക്കണമായിരുന്നു. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് ഇപ്പം എന്താ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അത് ചെയ്യണോ? അതിനകത്തുള്ള ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഇതൊക്കെ മാറ്റിവെക്കുക. നിതീഷ് ഇപ്പം എന്താ ചെയ്യണമെന്ന്? ജനുവരിയിൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രി പദം കൊടുക്കുന്നു. എന്നിട്ട് നിതീഷ് കുമാർ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ നിതീഷിന് അവിടെ ഒരു റോളും ഇല്ല എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞില്ലേ അവസാനത്തെ വെർച്വൽ മീറ്റിങ്ങിൽ. ഇന്നിപ്പോൾ NDTVയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? നിതീഷ് കുമാർ 10 മിനിറ്റ് മുമ്പ് ഈ വെർച്വൽ മീറ്റിംഗ് സ്വിച്ച് ഓഫ് ചെയ്ത് പോയിരുന്നു എന്നുള്ളതാണ്. ജനുവരി 13 രാഹുൽ ഗാന്ധിയുമായിട്ട് അടിയുണ്ട്. രാഹുൽ ഗാന്ധി പറയാണ് ഈ നിതീഷിന്റെ പേര് മുന്നോട്ട് വെക്കുന്നു. ഉടനെ രാഹുൽ ഗാന്ധി പറയാണ് ഞാനത് മമതയോട് കൂടെ ചോദിക്കുന്നത്. അത് വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചു. ഏതാണ്ട് മൂപ്പര് നേരത്തെ വെർച്വൽ മീറ്റിംഗ് അവസാനിപ്പിച്ചു പോയി എന്നുള്ളത്. നമുക്ക് ഇതൊന്നും പറ്റില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക. എനിക്ക് രാഹുൽ ഗാന്ധിയിൽ അക്കാര്യത്തിൽ വലിയ ഹോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊന്നും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളല്ല. പക്ഷെ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വരണമേ. ഞങ്ങളല്ല എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് അത് കാണിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു എന്ത് ഈ പറയുന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. സമാജ്വാദി പാർട്ടി അവിടെ 4 സീറ്റേ ചോദിച്ചിട്ടുള്ളൂ മധ്യപ്രദേശിൽ. രാജസ്ഥാനിൽ ലെഫ്റ്റിന് ഓൾറെഡി 2 സീറ്റ് ഉണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് കൊടുത്തിരുന്നെങ്കിൽ നിതീഷ് കുമാറിനും പോകാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. മാത്രമല്ല നിതീഷ് കുമാർ വാരണാസിയിൽ റാലി പ്രഖ്യാപിച്ചാണ്. വാരണാസിയിൽ നിന്ന് ഞാൻ റാലി ആരംഭിക്കുകയാണെന്ന് ആ റാലി നടന്നില്ല. ഭോപ്പാൽ റാലിയെ സമ്മതിച്ചോ? ഭോപ്പാലിലേക്ക് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞു ഇന്ത്യ മുന്നണി, ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞു. ഇപ്പൊ അല്ലെന്നേ, അതാണ് ആര് പറയുന്നു? കമൽനാഥ് പറയാണ്. ഇന്നേ വരെ ഒരു മുന്നണി രൂപീകരിച്ചിട്ട് ഇപ്പൊ എത്ര ഒരു വർഷത്തോളമില്ലേ, ഇന്നേ വരെ ഒരു റാലി പോലും സംഘടിപ്പിക്കാൻ സാധിക്കാത്ത, ഒരു സമ്മേളനം പോലും, ഒരു 10 പ്രവർത്തകരെ വിളിച്ച ഒരു സമ്മേളനം പോലും നടത്താൻ സാധിക്കാത്ത ഒരു മുന്നണിയിൽ നമ്മളെങ്ങനെയാണ് പ്രതീക്ഷ വെക്കുക?
എന്ന് മാത്രമല്ല ബി ജെ പി ഇപ്പം കോൺഗ്രസ് സെൻട്രൽ സ്റ്റേജിലേക്ക് വരാതിരിക്കുന്നു. കോൺഗ്രസ് ഒരു ബിഹൈൻഡ് ദ കർട്ടൻ ആണ് അവർ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ പ്രചാരണത്തിന് ബി ജെ പി എന്തിനെ ആശ്രയിക്കും? ബി ജെ പിക്ക് ഇവിടെ ഇന്ത്യയിൽ വിമർശിക്കാൻ പറ്റുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ്. ഇപ്പോൾ അവിടെ പോയിട്ട് സമാജ്വാദി പാർട്ടിയോ ഇവിടെ പോയിട്ട് നിതീഷ് കുമാറിനെയൊന്നും വിമർശിച്ചുകൊണ്ട് അങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രാജ്യത്ത് കോൺഗ്രസിനെതിരെ സംസാരിച്ചുകൊണ്ടൊരു വികാരമുണ്ടാക്കി മുന്നോട്ട് വരിക എന്നുള്ള ആ പ്രചാരണ ആയുധത്തിൻ്റെ മുനയൊടിക്കാൻ പോലും കഴിയുമായിരുന്നു. ഒരർത്ഥത്തിൽ കോൺഗ്രസ് പിന്നിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ എല്ലാ അമ്പുകളും ഇവർ എയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവരുടെ ലക്ഷ്യം മുഴുവൻ എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളാവും. അതൊന്നും ആ രീതിയിൽ അവരെയും ബി ജെ പിയെയും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. Meet the editors.